ഞങ്ങളിന്ന് ലേറ്റായി കഴിച്ചു. ഞങ്ങളൊക്കെ 2:15 അപ്പോയിൻമെൻറ്റ്. ഞങ്ങൾ ലേറ്റായി. ഞങ്ങൾ ഇത്രയും സമയം. ഇനി ഞങ്ങൾക്ക് ആകെ 2 ഇനി 15 മിനിറ്റ് സമയമുള്ളൂ. അപ്പം രണ്ട് സ്റ്റോപ്പാണുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാം. കൺസെൻറ്റ് ഫോം തന്നേക്കാണ്. എന്തെങ്കിലും പ്രശ്നം നമ്മൾ സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ NHS ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മുടെ കൺസെൻറ്റാണ്. ഇത് കണ്ടോ ബേബി, അവൻ അനങ്ങനില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ബേബീനെ അനക്കണയാ അവസ്ഥയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഫോട്ടോ ഞാനിവിടെ കാണിക്കാട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയാണ് വെച്ച്. ഹായ്, നമ്മളിന്ന് എങ്ങോട്ടാ പോണേ? നമ്മളിന്ന് സ്കാനിങ് പോവാണ്. ഒരു സ്പെഷ്യൽ സ്കാൻ, നമ്മുടെ ബേബിയുടെ 4D സ്കാനാണ്. അത് നമ്മുടെ NHSൻ്റെ അല്ല കേട്ടോ, പ്രൈവറ്റ് സ്കാനാണ്. 4D പ്രൈവറ്റ് നമുക്കല്ലാണ്ട് നോർമൽ സ്കാൻ ചെയ്യാം, പക്ഷെ നമ്മളൊരു 4D സ്കാൻ ചെയ്യാം. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരാഗ്രഹം പറഞ്ഞു ബേബിയുടെ 4D സ്കാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങളത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ അത് യൂഷ്വലി ആൾക്കാർ ചെയ്യാറുണ്ട്. നമുക്കിങ്ങനെ ലൈവായിട്ട് ബേബി മൂവ് ചെയ്യണത് കാണാൻ പറ്റും, പിന്നെ ഫേസൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ബട്ട് എല്ലാം നമ്മുടെ ബേബി കോപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ലൈക്ക് ഉറങ്ങുവാണെങ്കിലോ അല്ലെങ്കിൽ അധികം മൂവ് ചെയ്യാത്ത ടൈമാണെങ്കിൽ നമുക്ക് അധികം ഷോർട്സ് ഒന്നും കിട്ടില്ല എന്നൊക്കെയാണ് പറയണേ. എന്താണെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് പിടിച്ച് 2 ബസ് കയറാനുണ്ട് തോന്നുന്നല്ലടാ. 2 ബസ്സുണ്ട്. ഞങ്ങളിന്ന് ലേറ്റായി കഴിച്ചു. ഞങ്ങളൊക്കെ 2:15 അപ്പോയിൻമെൻറ്റ്. ഞങ്ങൾ ലേറ്റായി. ഞങ്ങൾ ഇത്രയും സമയം. ഇനി ഞങ്ങൾക്ക് ആകെ 2 ഇനി 15 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ട്രെയിന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിട്ട് നിൽക്കുവാണ്. അറിയില്ല, അതേന്നാണ് ആ വരയിൽ നിന്ന് ഇപ്പോഴത്തേക്ക് ഇവിടേക്ക് അതിൽ ഫൈൻ അടിക്കും ചിലപ്പോൾ ഒന്ന്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. 2 സ്റ്റോപ്പാണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാം. ഞങ്ങളെ കോളേജ് അറിയുന്നുണ്ട്. അങ്ങോട്ട് വേണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പിലെത്തി. ഇനി അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന്. കൺസെൻറ്റ് ഫോം തന്നേക്കാണ്. എന്തെങ്കിലും പ്രശ്നം നമ്മൾ സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ NHS ഇൻഫോം ചെയ്യുന്നതാണ്. നമ്മുടെ കൺസെൻറ്റാണ്. പിന്നെ നമുക്ക് ബേബിയുടെ സെക്സ് അറിയണമെങ്കിൽ അതിനുള്ള ഒരു യെസ് ഓർമ്മ അങ്ങനത്തെ അപ്പോൾ നമ്മൾ യെസ് കൊടുക്കാം. ഇപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാം. സർപ്രൈസ് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം. ഉറപ്പാണോ? പിന്നല്ലാണ്ട്
അങ്ങനെ ഞങ്ങള് സ്കാനിങ്ങിന് കയറിയതിന് ശേഷം ചെറുക്കൻ 2 കൈ അവൻ അനങ്ങണില്ല, അവൻ ഒരു രക്ഷയില്ല. അവൻ 2 കൈ കൊണ്ട് ബേബിക്ക് ഒരു ഫിസി ഡ്രിങ്കും തന്നു. എന്നിട്ട് നടക്കാൻ പറഞ്ഞു. നടന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു രക്ഷയില്ല. മുഖം ബേബി 2 കൈ കൊണ്ടാണ് മുഖം മറച്ച് വെച്ചേക്കണം. ഇങ്ങനെ കണ്ട് എങ്ങനെയാ ഒത്തിപ്പിടിച്ചേക്കണ കാണിച്ചടി. ഇത് ഇങ്ങനെ ഒത്തിപ്പിടിച്ചേക്കാം. ചുമച്ചും വിട്ട് കുലുക്കി നോക്കി. എന്നിട്ട് അവർ രക്ഷയില്ല. മനപ്പൂർവ്വം ഞാനിത് പ്രതീക്ഷിച്ചതാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചു വരുമ്പോ നീ നടക്ക അങ്ങോട്ട്. അവര് പറഞ്ഞു എന്നിട്ട് നടന്നിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ പൂജ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ സ്കാനിങ് കഴിഞ്ഞ് ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. രണ്ടാമത് അവൻ തിരിഞ്ഞു കിടക്കുകയാണ്. ആദ്യം എനിക്കൊരു ഫിസി ഡ്രിങ്ക് തന്നു. ഇപ്പൊ എനിക്കൊരു മിഠായി നിന്ന് പിന്നെ നടക്കാൻ വിട്ടു. ഇനിയും ശരിയായില്ലെങ്കിൽ വേറെ അപ്പോയിന്റ്മെന്റ് വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ അവൻ പുറകോട്ട് തിരിഞ്ഞു കിടക്കുക. ഞങ്ങളെ കാണുന്നേ ഇല്ല. ഫേസ് കാണില്ല. ഇക്കണക്കിന് പോയ ഒരു വരവ് കൂടി ഞങ്ങൾക്ക്. ഇത് കണ്ടോ ബേബി. അവൻ അനങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ബേബീനെ അനക്കണയാ. അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥ. അതെ, കാത്തുവിന്റെ പാട്ടിടുമ്പോ അവൻ അനങ്ങാറുണ്ട്. അതുകൊണ്ട് നോക്കിയതാ. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞിട്ട് കേൾക്കുമല്ലേ. അമ്മ പറഞ്ഞിട്ട് ഇപ്പൊ അനങ്ങണ പോലും ഇല്ല. നല്ല ഉറക്കം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പരാജയപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളുടെ ബേബി ഞങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങൾ കണ്ട പൂജ ഇരിക്കണുണ്ട്. പൂജയ്ക്ക് ഭയങ്കര സങ്കടത്തിലാണ് പൂജ ഇരിക്കണത്. പൂജ ഇത്രയും നേരം അതാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബിക്കോസ് മെയിൻ കാരണം കൊച്ച് ആദ്യത്തെ തവണ സ്കാൻ ചെയ്തപ്പോൾ കൊച്ചു മുഖം ഇങ്ങനെ പൊത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 2ാമത്തെ തവണ ഞങ്ങളത് അവർ പറഞ്ഞ് ഇറങ്ങിയിട്ട് പറഞ്ഞ് അവർ പുറത്തിറങ്ങി നിങ്ങളൊന്ന് ചുറ്റും നടന്ന് ഒന്ന് കൊച്ചിനൊന്ന് അനക്കി ഒക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പൂജനെ കൊണ്ട് കുറച്ച് നേരം നടത്തിച്ച് ഒന്ന് തിരിച്ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ പേർക്ക് തിരിഞ്ഞു കിടക്കണം. അവൻ മുഖമേ കാണിക്കാണ്ട് തിരിഞ്ഞു കിടക്കാം. അതിനുശേഷം വീണ്ടും അവർ പറഞ്ഞു ഒന്നുകൂടെ ഒക്കെ ഒന്ന് നടന്ന് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തേട്ടെ. അങ്ങനെ 3ാമത്തെ തവണ ഞങ്ങൾ ലക്ഷ്യം കാണുമെന്ന് വിചാരിച്ചു. കൊച്ചന്നേരം ബേബി അന്നേരം കിടന്ന് ഇങ്ങനെ കിടന്ന് അനങ്ങുണ്ട്. ഞങ്ങൾ സ്കാൻ ചെയ്യാൻ നേരത്തെ ഒന്ന് മൂവ് ചെയ്യേണ്ട കൊച്ച്. അപ്പോൾ അന്നേരം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഓക്കെ എല്ലാം ശരിയാകും. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ മൂന്നാമത് ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയി വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അവൻ വീണ്ടും കൈ നേരത്തെ പിടിച്ചതിനേക്കാൾ മൂക്ക് മാത്രം കാണിച്ചിട്ട് ബാക്കി എല്ലാം അവൻ മറച്ച് വെച്ചിട്ട് അവൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരാജയം കണ്ടു. അവസാനം അവർ പറഞ്ഞു പിന്നെ വീണ്ടും ഒരു ദിവസം സെക്കൻഡ് അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് സ്കാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ തന്നു. ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതെ ഞങ്ങളുടെ വിഷമമൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു എന്നാ ഒരു പറഞ്ഞു ഇങ്ങനെ ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നേക്കാന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഫോട്ടോ ഞാനിവിടെ കാണിക്കട്ടോ. അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് വെച്ച്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് എങ്ങനെയാണ് റിയാലിറ്റി.
റിയാക്ട് ചെയ്തത്. കോപ്പറേറ്റ് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ ശരി, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താറേ. ബൈ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേബി കൈ കൊണ്ട് മുഖം മറച്ച് വെച്ചേക്കുന്ന ഫോട്ടോ നമുക്കിന്ന് തന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുൾ നല്ല വീഡിയോ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്ങും തരാമെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ പിക്ക്, അതായത് മൂക്കും ചുണ്ടും മാത്രം കാണിച്ചിട്ടുള്ള. ഫുൾ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.